ഹലോ, ഇന്ന് നമ്മൾ ഒരു ഗെറ്റ് റെഡി വീഡിയോ ചെയ്തുകൊണ്ട് നമ്മൾ ആക്നി സ്കിന്നുകാർക്ക് ഒരു ഉപദേശം തരാമെന്ന് വിചാരിച്ചേട്ടോ. എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. പണ്ട് ഒടുക്കത്തെ കുരു വന്ന് മുടിഞ്ഞു പോയൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ ഗതി ഞാനായിട്ട് വരുത്തി വെച്ചതാണ്, ഒരിക്കലും എനിക്ക് വന്നതല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സ്റ്റിറോയിഡ് ക്രീം ഉപയോഗിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ടുകൾ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ കരുതി ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഉത്തരം തരാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ പേര് ആക്നെ വന്നിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരിപ്പോൾ ഉണ്ട്. നോർമലി വരുന്ന ആക്നെ അല്ല, വൈറ്റനിങ് ക്രീം, സ്റ്റിറോയിഡ് ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് അത് നിർത്തി കഴിയുമ്പോൾ വന്ന് അതിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആ ട്രീറ്റ്മെൻറ്റിൽ പണി കിട്ടിയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി സ്കിൻ ഇങ്ങനെ ആയല്ലോ, എന്താ ചെയ്യുക, എന്താണ് ഒരു പോംവഴി ഉള്ളത് എന്നുള്ളത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, നല്ലൊരു ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാന്നേ ഉള്ളൂ. ഹോം റെമഡീസ് ഒന്നും ഒരിക്കലും ഒരുപാട് യൂട്യൂബേഴ്സിനെ കുറ്റം പറയുകയല്ല. ഒരുപാട് യൂട്യൂബേഴ്സ് ഹോം റെമഡീസ് ഈ സ്കിൻ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ട് പോയവർക്ക് ഇത് നല്ലതാ അത് നല്ലതാന്നൊക്കെ വന്ന് പറയുന്നവരുണ്ട് കേട്ടോ. ഒരിക്കലും അതൊന്നും ട്രൈ ചെയ്യരുത്. ഒരിക്കലും ഞാൻ അതൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് 8ൻ്റെ അല്ല 18ൻ്റെ പണി കിട്ടിയൊരു ചരിത്രം ഉണ്ട് കേട്ടോ. പഴയ വീഡിയോസൊക്കെ നിങ്ങൾ പോയി കണ്ടാൽ ഞാൻ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഒരു ഗെറ്റ് റെഡി ആകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാതെ ഈ കാര്യങ്ങളും കൂടെ കേൾക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഗെറ്റ് റെഡിയിൽ ഇത് ഉൾപ്പെടുത്തി പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആക്നെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് നമ്മൾ ആ വൈറ്റനിങ് ക്രീം സ്റ്റോപ്പ് ചെയ്യാനുള്ളതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മൾ സ്കിന്ന് ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും. അത് പ്രത്യേകം നമ്മൾ ഡോക്ടറോട് പറയും വേണം, ഞാൻ ഇങ്ങനൊരു ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇതിൽ കിട്ടിയ സൈഡ് എഫക്റ്റാണ് എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. എന്നാലേ ട്രീറ്റ്മെൻറ്റിൽ കാര്യം ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ ഈ ആക്നെ വന്നിട്ട് ഒരുപാട് ആക്നെ ഉള്ളവരാണ്, സെൻസിറ്റീവായിട്ട് ആക്നെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഡോക്ടർമാർ ബിസിനസ് മൈൻഡിലാണ് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നടക്കുന്നത്, നിങ്ങൾക്കറിയാമല്ലോ എല്ലാ കാര്യത്തിലും. അപ്പോൾ ചില ഡോക്ടർമാർ പറയും പീൽ ചെയ്യണം എന്നുള്ളത്. ഒരിക്കലും ചാടിക്കറി അങ്ങനെ ആക്റ്റീവ് ആക്നെ ഉള്ളപ്പോൾ പീലിങ്ങോ അല്ലെങ്കിൽ സ്കാർ മാറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതുപോലെ ലേസറോ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യരുത്. മൈൽഡായിട്ടുള്ള ആക്നെ പീൽ ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല ഡോക്ടേഴ്സ് ആണെങ്കിൽ അത് പറഞ്ഞു തരും ചെയ്യും കേട്ടോ. അതുപോലെ നല്ല സൈഡ് എഫക്റ്റ് കുറയ്ക്കാനുള്ള ഒരുപാട് ക്രീംസ് അവൈലബിൾ ആണ്. അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഡോക്ടേഴ്സ് തരും ചെയ്യും. പിന്നെ അസിത്രമൈസിൻ പോലെയുള്ള ടാബ്ലറ്റ് സ്വന്തം എടുക്കാതിരിക്കുക കേട്ടോ. അത് വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് പോവാം. ചിലപ്പോൾ നല്ലൊരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എന്തായാലും ചെയ്തു തരും കേട്ടോ. പിന്നെ ലോങ് ടൈം കഴിക്കേണ്ട ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വലിയൊരു ഭാഗമാണ്. നമ്മൾ ആക്നെ പോകാൻ വേണ്ടിയിട്ടും വീണ്ടും വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും നല്ലതാണ്. ഒരിക്കൽ നമ്മൾ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്ത് വന്ന പിമ്പിൾസ് പിന്നെയും നമ്മുടെ സ്കിന്ന് വീണ്ടും വീണ്ടും തകരാറിൽ തന്നെ ആയിക്കൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ നമ്മൾ എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്താലും റെഡി ആവില്ല. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നല്ലൊരു ഡോക്ടറെ എനിക്ക് കിട്ടിയെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം പറയാനുള്ളത്. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു ഹോം റെമഡിയോ അല്ലെങ്കിൽ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ പണ്ട് ചെയ്തപ്പോഴൊക്കെ എനിക്ക് 8ൻ്റെ പറഞ്ഞ പോലെ 18ൻ്റെ പണി കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ നിർത്തിയിട്ട് ഞാൻ സമാധാനത്തോടെ ഞാൻ ഡോക്ടറെ കാണിച്ച് സമാധാനത്തോട് ഞാനൊരു 1 വർഷത്തോളം എടുത്തിട്ടാണ് എൻ്റെ സ്കിന്ന് ഞാൻ ഇങ്ങനെ ആക്കിയെടുത്തത്. ഇപ്പം എനിക്ക് കുരുവോ കാര്യങ്ങളോ ഒന്നും വരാറില്ല. ഞാൻ സമാധാനത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ ഫേസിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. അതെന്ന് കരുതി എല്ലാം എനിക്ക് പ്രൊഡക്റ്റുകളും ചേരാറില്ല. ഇപ്പോഴും എൻ്റെ സ്കിന്ന് സെൻസിറ്റീവ് തന്നെയാണ്. ഒരിക്കലും ഒരു നോർമൽ സ്കിൻ ടൈപ്പിലോട്ട് വരാനായിട്ട് എൻ്റെ സ്കിന്നിന് പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ അതനുസരിച്ച് എൻ്റെ സ്കിന്നിനെ ഞാൻ തന്നെ പഠിച്ചു. എൻ്റെ സ്കിന്നിന് എന്തൊക്കെ പറ്റും, എന്തെല്ലാം ചെയ്യാൻ പറ്റും, എൻ്റെ സ്കിൻ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക. ചെയ്യുന്ന സമയത്ത് ഒരുപാട് സൈഡ് എഫക്റ്റുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും, അത് ഉറപ്പാണ്. അതിലൊരു സംശയവും ഇല്ല കേട്ടോ. പിന്നെ നല്ല സെൻസിറ്റീവായിട്ടിരിക്കുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വാരി വലിച്ച് ഒരു സാധനവും യൂസ് ചെയ്യാതിരിക്കുക. ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സ് ആ സൈഡ് എഫക്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തരും. അതൊക്കെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്ന് ചെയ്യുക കേട്ടോ. മാക്സിമം നമ്മുടെ മാക്സിമം നിങ്ങൾ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യാതിരിക്കുക. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ള കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ ഈ വീഡിയോ ലോങ് ആയി പോകും പറഞ്ഞു കഴിഞ്ഞാൽ. അത് കാരണം പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
എത്ര പേർക്ക് ഇതിനകത്ത് സംശയം ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ വൈറ്റനിങ് ക്രീം തേച്ചിട്ട് പെട്ടു പോവാതിരിക്കുക. നിങ്ങളുടെ സ്കിന്നാണ്, അത് ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ സൂക്ഷിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വിഷമിക്കേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇതൊരു ചെറിയ ഇൻഫർമേഷൻ ആണ്. ഈ ഒരു ഗതി എന്തായാലും ആർക്കും വരല്ലേ എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വീഡിയോയും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സേഫായിട്ടിരിക്കുക. നിങ്ങളുടെ സ്കിന്നിനെ എപ്പോഴും നിങ്ങളൊരു അവയവം സൂക്ഷിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ സൂക്ഷിക്കുക. പിന്നീട് നമുക്ക് വിഷമിക്കേണ്ടി വരില്ലല്ലോ, നമ്മൾ പുറത്ത് കോൺഫിഡൻസോടെ ഇറങ്ങി നടക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ആർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.